പക്ഷേ ഞാനിട്ട വീഡിയോന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് പ്ലേറ്റ്മാൻ്റെ ആള് സ്ത്രീകൾക്ക് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാട്ടോ. ഒരുപാട് കുട്ടികൾ ആണുങ്ങളുടെ ഇങ്ങനത്തെ ഓരോ ചിന്താഗതികൾ കാരണം അബ്യൂസ് ആയി പോകുന്ന കാര്യം ഞാൻ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ വെർജിനിറ്റിനെ കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അതിൽ പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുള്ള, ഇതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കും ഒരുപാട് ആണുങ്ങളായിട്ട് ബന്ധമുള്ള ഒരാള് വെർജിൻ ആയിരിക്കണം എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അതില് ആങ്ങളയ്ക്കും അച്ഛനും അമ്മാവനൊക്കെ ഉള്ളത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആണുങ്ങൾക്കുള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് പൂളക്കമ്പൊന്നല്ല. ഞാൻ ജസ്റ്റ് 1-2 കമന്റ്സേ നോക്കിയുള്ളൂ. അപ്പൊ അതിൽ മുകളിൽ തന്നെ വന്ന ഇർഷു KGM ഞാൻ അക്കൗണ്ട് ഇതിൽ മെൻഷൻ ചെയ്യും. അവൻ പറയാ ഞാൻ വെർജിൻ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. ഈ ഷൊണ്ണകളൊന്നും ആ വീഡിയോ കറക്റ്റ് കാണാതെയാണ് വന്നിട്ട് ഈ കൊണക്കുന്നത് കമന്റ് സെക്ഷനിൽ. ഈ പ്ലേറ്റ്മാൻ്റെ ഈ ഒരു ആരോപണം ആൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിച്ചതാണ്. പക്ഷേ നിങ്ങൾ എന്നാ പിന്നെ ആ മുഴുവൻ വീഡിയോ കൊടുക്കണമായിരുന്നു. ഒരുമാതിരി വ്യൂസ് കയറാൻ വേണ്ടി മറ്റുള്ളവരെ രീതിക്ക് അബ്യൂസ് ചെയ്ത രീതിക്കുള്ള ഒരു ടൈപ്പ് വീഡിയോസ് അല്ലായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. മാന്യമായിട്ട് നിങ്ങൾ ചെയ്യണമായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ വീഡിയോ കണ്ടിട്ട് ഓരോ സ്ത്രീകൾ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നപ്പോഴാണ് മോനെ പ്ലേറ്റ്മാനെ നിന്റെ വീഡിയോ ഞാൻ കാണുന്നത്. കമന്റ് റിപ്ലൈ കൊടുത്തേക്കുന്നത് റിനീഷ് ഫ്ലെയിം ഹേർട്ട്. ആള് ലാപ്ടോപ്പ് സർവീസിന്റെ ആളാട്ടോ. ആള് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പ് സർവീസ് അല്ല, അവനക്ക് ഈ വെടികളുടെ കണക്കെടുക്കുന്ന സർവീസും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഞാൻ ആളുടെ നമ്പറും കൊടുക്കാം. അവൻ പറയുക അവന് ഇർഷാദിന്റെ കമന്റിന് റിപ്ലൈ കൊടുത്തേക്കുക ഞാൻ വെടിയാണെന്ന്. എടാ ഞാൻ അതിന് ഓൾറെഡി റിപ്ലൈ കൊടുത്തു. എനിക്ക് അത് സംസാരിക്കാൻ താല്പര്യമില്ല. ഈ നിങ്ങളെ പോലുള്ള കുറെ ആൾക്കാരുടെ ലൈഫ് തന്നെ നിങ്ങൾ സ്പോയിൽ ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെയും സാധാരണക്കാരുടെ ഒക്കെ ലൈഫ് സ്പോയിൽ ആക്കിയിട്ടുണ്ട്. അവര് സംസാരിക്കുന്ന മുഴുവൻ അമ്മയുടെ വയറ്റിലേക്ക് വേറൊരു സാധനം പോകണം, എന്നാലേ നമ്മൾ ജനിച്ച് പുറത്തേക്ക് വരുള്ളൂ. അതിന് ആണുങ്ങൾ വേണം. കാര്യം എടുക്കാണ്ട് അവിടെ നിന്ന് ഇതാണ് സോഷ്യൽ മീഡിയ. ഐ നോ ഇതാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ഇതിന്റെ വീഡിയോ കറക്റ്റ് കാണാത്തവർ പോലും വന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോണ്ടല്ലോ എനിക്ക് ഈ വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇത് കാണാത്തവരെന്തായാലും ഒന്ന് വീഡിയോ വന്ന് കാണാൻ അക്കൗണ്ടിൽ നിന്റെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. വെർജിനിറ്റി ആവണമെന്ന് ആഗ്രഹിക്കണില്ല, തല തിന്നാതിരുന്നാ മതിയെന്ന് ആലോചിച്ച് നോക്ക. നിങ്ങൾ ഇട്ടിട്ട് പോവാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ തന്നെ മതിയടോ. നിന്നെ ഇട്ടിട്ട് പോവാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയടോ. പിന്നെ എന്താണ് വെർജിനിറ്റി, എന്തിനാണ് വെർജിനിറ്റി എന്ന് ഞാൻ അതിൽ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്.